മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങുന്നത് മാത്രമല്ല, ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് സാധനം നമ്മൾക്ക് വേണമെങ്കിലും ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടത് ക്യാഷ് കൊടുത്തിട്ട് തന്നെ വാങ്ങണം. ഇത് ജീവിതത്തിൻ്റെ ഒരു നിയമമാണ്, ദുനിയാവിൻ്റെ നിയമമാണ്. അതങ്ങനെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കൊക്കെ പൈസ ആവശ്യമുണ്ട്. എങ്ങനെ കൂടുതൽ ധനം ജീവിതത്തിലേക്ക് ആകർഷിക്കാം, ഇത് ഒരു വിഷയമാണ്. അപ്പം ഇതിന് പല വഴികളുമുണ്ട്. അതിൽപ്പെട്ട ഒരു വഴി ഞാനിപ്പോൾ പറഞ്ഞു തരാം. എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വഴിയാണിത്. നിങ്ങളൊരു കാലി ബോട്ടിലെടുക്കുക. കാലി ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുട്ടായി ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുണ്ടല്ലോ, അതിൽ ഒന്നും ഇല്ലാത്ത ഒരു മുട്ടായി ഒന്നും ഇല്ലാത്ത ആ ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്താൽ നമ്മൾക്കതിൽ എന്തെങ്കിലും ഇട്ട് വെക്കാം. പഞ്ചസാര ഇട്ട് വെക്കാം, ചായപ്പൊടി ഇട്ട് വെക്കാം, എന്തും ഇട്ട് വെക്കാം. പക്ഷേ അതേ അവസരത്തിൽ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തു, അതിൽ ഫുള്ള് മുട്ടായി ഉണ്ട് ഓൾറെഡി. പിന്നെ നമുക്കതിൽ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒഴിഞ്ഞ പാത്രത്തിലെ എന്തെങ്കിലും നമ്മൾക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ലൈഫിലേക്ക് പുതിയ പണം, പുതിയ ധനം വരണമെങ്കിൽ അതിന് സ്പേസ് വേണം എന്ന് മനസ്സിലായി. അതിനൊരു ഇടം വേണം. ആ ഇടം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മളെ അലമാര, നമ്മളെ വീടിലെ ഷോക്കേസുകൾ, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്ഥലങ്ങൾ, ഇതിലൊക്കെ പഴയ സാധനങ്ങൾ, അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങൾ, പലരുടെയും അലമാരയിലൊക്കെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ, പഴയ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാതെ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കണം. അത് ഉപയോഗയോഗ്യമാണെങ്കിൽ പാവപ്പെട്ടവർക്കോ മറ്റോ കൊടുത്തിട്ട് ഒഴിവാക്കണം. അല്ലെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ വേസ്റ്റിലിട്ടിട്ടോ ഒഴിവാക്കണം. അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഇത് പുതിയ സാധനങ്ങൾ, പുതിയ ധനം വീട്ടിലേക്ക് വരാൻ കാരണമാകും. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അലമാര മാത്രമല്ല, എല്ലായിടവും പേഴ്സ്, ബാഗും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുത്തിത്തിരുക്കി പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ധനം ആകർഷിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കേണ്ടതാണ്. സ്പേസ് എപ്പോഴും ഒരുക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.